തമ്പുരാട്ടി ഇല്ലാത്ത നേരത്തെ ഇതൊക്കെ സാധിക്കുള്ളൂ. ഇനി ഇങ്ങനെ ഒരു അവസരം കിട്ടിയില്ലെങ്കിലോ? ലക്ഷ്യോ പ്രേതോ മറ്റോ വരൂ. ആലത്തൂർ നമ്പിമാരുടെ തറവാട്ടിൽ ജനിച്ചവളാ ഞാൻ. അഷ്ടദിക് പാലകന്മാരെ ആവാഹിച്ചിരുത്തിയ മുത്തശ്ശിയുടെ ധൈര്യം എനിക്ക്. വായിരിക്കും. മീനാക്ഷി, നമുക്ക് ഈ കളി വേണ്ട മീനാക്ഷി. നിനക്ക് എന്തറിയാം? ഇത് പുതിയ കളിയൊന്നും അല്ല. പണ്ട് തറവാട്ടിൽ എന്റെ മുത്തശ്ശി ഈ ചായക്കോപ്പിയൊക്കെ വെച്ച് കളിക്കാറുള്ള പ്ലാഞ്ചറ്റ് ഇതൊക്കെ ഒന്ന് തന്നെയാ. എവിടെയോ ജനിച്ച് എവിടെയോ മരിച്ച ഒരു ആത്മാവ് അപരിചിതമായ ഒരു വിരൽ തുമ്പിലൂടെ ഭൂമിയിലേക്ക് ഇറങ്ങുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്ത് രസാ. ഇതാ, ഇനി ഒരു ആത്മാവിനെ മനസ്സിൽ വിചാരിച്ച് ഈ കോയിനൊന്ന് അവിടെ വെച്ച്. ഞാനോ? എനിക്ക് പേടിയാ. നിനക്ക് വലിയ ധൈര്യല്ലേ? നീ വെക്ക്. വേണ്ട, എനിക്ക് ഒരാത്മാവിനോട് സംസാരിക്കാനില്ല. വേണ്ട മീനാക്ഷി, നമുക്ക് പോവാം. ഇതൊക്കെ ഒടുവിൽ വലിയ പ്രശ്നമാവും. ഇനി ഞാൻ പറയുന്നത് രണ്ടാളും ഏറ്റു പറയണം. ഓക്കെ? ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. നമ്മൾ ഒറ്റക്കെട്ടല്ലേ? അപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നമ്മൾ ഒരുമിച്ച് നേരിടണം. അങ്ങനെയല്ലേ? പറയടാ പ്ലീസ്. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഈ ക്യാൻഡിൽ കെട്ടു. ബുദ്ധൂസേ, ഇത് പ്രേതല്ല, കാറ്റാ. ഞാൻ പറഞ്ഞില്ലേ നിന്നോട്, ഇതൊക്കെ ഫ്രോഡ് നമ്പറുകളാ, ആളുകളെ പറ്റിക്കാൻ. അല്ല, ഏതോ ഒരു ആത്മാവ് വരാൻ ഒരുങ്ങിയതാ. എനിക്ക് ഫീൽ ചെയ്യുന്നു. നീ എന്തിനാ ദേവി കോയിൻ തൊടാൻ പോയേ? എല്ലാ ത്രില്ലും കളഞ്ഞു രണ്ടാളും കൂടി. ഒരു പാവ ആത്മാവാണെന്ന് തോന്നുന്നു വന്നത്. ഒന്ന് ചോദിക്കാൻ പോലും പറ്റിയില്ല ആരാന്ന്. ആണാണോ പെണ്ണാണോ, എവിടെയാ നാട്, എങ്ങനെയാ മരിച്ചത് ഒക്കെ ചോദിക്കായിരുന്നില്ലേ? എങ്ങനാ രണ്ടാളും കൂടി നശിപ്പിച്ചില്ലേ? അല്ല, നീ എന്തിനാ ഇങ്ങനെ പേടിച്ചോടിയേ? ഗുഡ് സ്പിരിറ്റ് ഒരിക്കലും ഉപദ്രവിക്കില്ല. ഇല്ല, പിടിച്ച് കിസ് ചെയ്യും. വന്നതൊരു പൂവാലന്റെ ആത്മാവല്ലേ? 3 പെൺകുട്ടികളെ വിളിച്ചപ്പോ ഓടി വന്നിരിക്കുക. എന്റെ മീനാക്ഷി, കുറച്ചു കാലം കൂടി എനിക്ക് ഈ ഭൂമി ജീവിച്ചാ കൊള്ളാവുന്നുണ്ട്. ഇതെന്താ വീടോ അതോ യക്ഷിയമ്പലോ? മീനാക്ഷി, എനിക്ക് പേടിയാവുന്നു. എന്താ ഈ പറയുന്നത്? കാളി ഗായത്രി യക്ഷി അടുത്ത് വരില്ല. ആരോട് ചോദിച്ചിട്ടാ മുറി കയറിയത്? വെറുതെ ഇരിക്കുമ്പോ കളിക്കാനുള്ള ലോജോ ബോർഡ്. അപകടം എവിടെ ഇരിക്കുന്നുവോ അവിടെ തല കൊണ്ടില്ലെന്ന പ്രായമാണ്. എനിക്കത് മനസ്സിലാവും. പക്ഷേ അവിടെ കണ്ടതെല്ലാം മറന്നേക്കൂ. അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. തമ്പുരാട്ടി, എനിക്കും സിമിക്കും ഒന്ന് പുറത്തു പോണായിരുന്നു.
പേടിച്ചു പോയല്ലോ. എന്താ കിതക്കുന്നേ? അവൻ ഞങ്ങളെ കണ്ടു. ആര്? ആ റാസ്കൽ ജിത്തുരാജ്. അവൻ ഞങ്ങളെ കുറെ ഫോളോ ചെയ്തു. ഈ വീട് അവൻ കണ്ടിട്ടില്ല. അപ്പൊ നമ്മൾ ഈ സിറ്റി വിട്ട് പോയിട്ടില്ലെന്ന് അവന് മനസ്സിലായി. ഇനി സൂക്ഷിക്കണം. നീ ചാക്കോയെ വിളിക്കേ. ഇതത്ര സീരിയസ് ആക്കേണ്ട കാര്യമൊന്നുമില്ല. നീ പേടിക്കാതിരിക്കേ. ഞാൻ വേണ്ടത് ചെയ്തോളാം. പോരെ? എത്ര നാളായടാ കണ്ടിട്ട്. എടാ നീ എന്നെ മറന്നില്ല. അപ്പോ നീ മാത്രമായിരുന്നു കോളേജിൽ എന്നെ ബീവി എന്ന് വിളിച്ചിരുന്നത്. ഈ വിനോദ് വർഗീസിനെ. മതി പഠിത്തൊന്നും പറഞ്ഞ് ഇറങ്ങി പോയിട്ട്. ഇപ്പൊ എന്താ നിന്റെ പരിപാടി? എന്ത് പരിപാടിയടാ? വീട്ടുകാരുടെ സ്വത്തൊക്കെ ഇങ്ങനെ തിന്ന് ഒഴിച്ച് നടക്കുന്നു. അതുകൂടാതെ ചെറിയ ഫൈനാൻസ്, ചില നമ്പർ 2 ബിസിനസ്, പിന്നെ അതൊക്കെ തിരിച്ചു പിടിക്കാൻ വേണ്ടി ചെറിയ ലോ ആൻഡ് ഓർഡർ ലംഘനം. പറയടാ, പിന്നെ എന്തുണ്ട് സമാചാരം? അളിയാ, നിന്നെ ഞാൻ കണ്ടത് കറക്റ്റ് ടൈമിലാണ്. എന്താടാ പ്രോബ്ലം അല്ല ഉണ്ടോ? എന്റെ വുഡ് ബി പഠിക്കുന്ന ഇവിടുത്തെ കോളേജിൽ അവളുടെ പിന്നാലെ ജിത്തുലാൽ എന്നു പേരിൽ ഒരു കൊച്ചു വായി നോക്കി. അവനെ നമുക്കൊന്ന് കാണണം. ജിത്തുലാലോ? അതാരടാ ഈ കക്ഷി? വാ പറയാം. ഇതാണ് ഞാൻ പറഞ്ഞ കൊട്ടാരം. വാ. ഇതോ? ആ, ഇവരെ താമസിപ്പിക്കാൻ പറ്റിയ ഏറ്റവും സേഫായ സ്ഥലം ഇതാ. പുറത്തുനിന്ന് ഒരാളും ഡോക്ടറെ പിടിച്ചിങ്ങോട്ട് വരില്ല. ഹലോ ഏഞ്ചൽസ്. ഹായ് വിനോദ്, ഇതാണ് നമ്മുടെ 3 റോസസ്. സിമി മീനാക്ഷി ദേവി. ഒറ്റ തലയും 2 വാലും. ഒരു അപൂർവ സിദ്ധിയാ മോനെ. ഹലോ. ഹലോ. ചാക്കോ വന്നൊരു ആവശ്യം പറഞ്ഞ എങ്ങനാ പറ്റില്ല എന്ന് പറയാ? ഇന്നു മുതൽ എന്റെ പിള്ളേരുണ്ടാവും ഈ വീടിന് ചുറ്റും. പിന്നെ ഇതിനകത്ത് കിടക്കണമെങ്കിൽ അവർ സമ്മതിക്കണം. അതുപോലെ ആരാ പുതിയ അതിഥി? തമ്പുരാട്ടി, ഇതെന്റെ സുഹൃത്താണ് വിനോദ്. ഇറങ്ങടോ. ഞാൻ അറിയാതെ ആരും ഈ വീട്ടിൽ പ്രവേശിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. തമ്പുരാട്ടി, ഇവൻ. എക്സ്ക്യൂസ് ഒന്നും എനിക്ക് കേൾക്കണ്ട. തമ്പുരാട്ടി. എന്താടാ ഞാൻ വന്നത് പ്രശ്നമായോ? തമ്പുരാട്ടി ഒരു പ്രത്യേക ടൈപ്പാ. ഇപ്പൊ നമുക്ക് പോവാം. പോയേക്കാം അല്ലേ? പോട്ടെ, പോയിട്ട് വരാം. സോറിടാ. കുഴപ്പമില്ല. അവരെന്താ? തമ്പുരാട്ടി ഭയങ്കര ദേഷ്യത്തില. നീ ചെന്നൊന്ന് തണുപ്പിക്ക. ഒന്ന് പോയി നോക്ക്. തമ്പുരാട്ടി, തമ്പുരാട്ടി. മീനാക്ഷി, മീനു, നിനക്ക് എന്താ പറ്റിയത്? അവിടെ പൂച്ചക്കണ്ണുള്ളൊരു പെണ്ണ് എന്നെ തുറച്ചു നോക്കി. പെണ്ണോ? നമ്മളല്ലാതെ വേറെ ആരും ഇവിടെ ഇല്ലെന്നല്ലേ അവര് പറഞ്ഞത് മീനാക്ഷി? ഇനി ചിലപ്പോ അന്ന് കണ്ട വേലക്കാരന്റെ ഗോസ്റ്റേ ഭാര്യയുമായിട്ട് വന്നതായിരിക്കും. ദേവി, നിനക്കൊക്കെ തമാശ കേട്ടോ. മീനാക്ഷി, ഈ വീട് പ്രേതാലയോ മീനാക്ഷി? എനിക്കിപ്പോ തോന്നുന്നു ആ തമ്പുരാട്ടിയും.
രണ്ടുപേരും ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങണം. എനിക്ക് ഇഷ്ടമുള്ള കാലം വരെ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാന്നല്ലേ ഞാൻ പറഞ്ഞത്? മതിയാ എനിക്ക്. ഞാൻ കാണുന്നു വരാൻ പോകുന്ന അനർത്ഥങ്ങളുടെ സൂചന. ആദ്യമായി എന്റെ രാശിപ്പലകയിലെ കബഡികൾക്ക് കണക്ക് തെറ്റി. ഓജോ ബോർഡിന് തീ പിടിച്ചു. നിങ്ങളോടൊപ്പം ഏതോ ഒരു ദുരാത്മാവ് കടന്നുകൂടിയിട്ടുണ്ടൂടെ. മതി താമസിച്ചത്. ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങണം. തമ്പുരാട്ടി, ഈ രാത്രി ഇപ്പൊ ഞങ്ങൾ എങ്ങോട്ട് പോവാനാ? അതൊന്നും എനിക്കറിയണ്ട. നാളെ നേരം എടുത്തിട്ട് ചാക്കോ വന്നിട്ട് പോയാ പോരെ? ഇനി ഒരു നിമിഷം പോലെ ഇവിടെ നിൽക്കണ്ട. നിന്നാൽ എനിക്ക് എന്റെ ജീവൻ കൂടി നഷ്ടപ്പെടും. വാടാ, നമുക്ക് ഇറങ്ങാം. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും. അല്ലെങ്കിൽ തന്നെ നമ്മളിവിടെ സ്ഥിരതാമസത്തിന് വന്നൊന്നും അല്ലല്ലോ. ഒരു ത്രിപുര സുന്ദരി, അവരുടെ ബംഗ്ലാവും കണ്ടാലും മതി. സന്തോഷായി അമ്മച്ചി, സന്തോഷം. നിങ്ങൾക്ക് പ്രേതങ്ങളും ഈനാമ്പിച്ചായിട്ടില്ലേ കൂട്ട്. നിങ്ങൾ ഇങ്ങനെ പെരുമാറൂ. ചെല്ലേ, അമ്മച്ചി പോയി ഓജോ ബോർഡിന് മുന്നിൽ ആത്മാക്കളാവായിച്ചിരുന്നു. 3 പെൺകുട്ടികളെ പാതിരാത്രിക്ക് ഇറക്കി വിട്ടിരിക്കല്ലേ. നാളെ ചിലപ്പോ ഞങ്ങൾ തന്നെ വന്നിരിക്കും പ്രേതങ്ങളായിട്ട്. നോക്കിക്കോ. മീനാക്ഷി, ചാക്കോയെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ മീനാക്ഷി. ആരും വേണ്ട, നമുക്ക് നമ്മൾ മാത്രം മതി. വടപ്പോ. അമ്മച്ചി ബൈ, ഗുഡ് നൈറ്റ്. ഇവരിങ്ങനെ പേടിച്ചാലോ? ഭായി ഞാനുണ്ട്, ആദ്യം എന്നെ വിശ്വസിക്കൂ. എടാ, വിശ്വാസക്കേടിന്റെ പ്രശ്നം അല്ല ഇത്. പിന്നെ ഇവരെവിടെ ചെന്നാലും അവിടെയൊക്കെ പ്രശ്നങ്ങളാണ്. ജിത്തുലാലിനെ മാത്രം പേടിച്ചിട്ടല്ല ഞാനിത് പറയുന്നത്. ഹോസ്റ്റലിൽ നിന്നും പുറത്താക്കി, വീട്ടിലും ഇപ്പൊ ചെല്ലാൻ പറ്റാത്ത അവസ്ഥയാ. എല്ലാം ഒന്ന് ആറി തണുക്കുന്നത് വരെ ഇവരിവിടെ ഒന്ന് മാറി നിൽക്കട്ടെ. നമുക്ക് ഉടനെ എങ്ങോട്ടെങ്കിലും പോയേ പറ്റൂ. പോണോ? പോവാം, പക്ഷെ ഒളിച്ചോട്ടല്ല, ഒരു പ്ലഷർ ട്രിപ്പ്. എന്താടാ? ഓക്കെ ഓക്കെ, സമ്മതിച്ചു. പക്ഷെ എവിടേക്കാ? നെല്ലിയാമ്പതി. എന്റെ ഫ്രണ്ടിന് അവിടെ ഒരു എസ്റ്റേറ്റ് ഉണ്ട്. ചുറ്റും കാടാ. ഹണ്ടിങ്ങും സ്വിമ്മിങ്ങും ട്രെക്കിങ്ങും ഒക്കെ ആയിട്ട് ഒരാഴ്ചത്തെ ഒരു അടിച്ചുപൊളി. അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ എന്റെ കാറിൽ പോവാം. ഏയ്, കാറും ട്രെയിനൊന്നും വേണ്ട. നോ ലക്ഷറീസ്. ഓടുന്നതിന്റെ സുഖം കിട്ടണമെങ്കിലേ കാല് മണ്ണി തൊടണം. 3 റോസിന് ഒബ്ജക്ഷൻ വല്ലതും ഉണ്ടോ? നോ ഒബ്ജക്ഷൻ, വി ആർ റെഡി. ശരി, എങ്കിൽ ഇന്ന് തന്നെ പുറപ്പെട്ടുള്ളേ. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് നമ്മൾ മല കയറുന്നു. ഓക്കെ? ഓക്കെ, Okay. ബസ് സ്റ്റാൻഡിൽ വെച്ച് കാണാം. വാ. Come on. കുഴപ്പം വല്ലതും ഉണ്ടാകും. എന്ത് കുഴപ്പം? നീ കുഴപ്പമൊന്നും ഉണ്ടാക്കാതിരുന്നാ മതി. നമ്മൾ അടിച്ചു പൊളിക്കാം. എടാ മോനെ ജിത്തു, കിട്ടിയടാ നമ്മളെ A1 3 റോസസ്. നീ കാട്ടിലേക്ക് വരാൻ റെഡി ആയിക്കോ. ശരി, ഓക്കെ, ഞാൻ എത്തിക്കൊള്ളടാ. ഓക്കെ. വണ്ടി ഒരു ജീപ്പിലിടിച്ചു. അയ്യോ, ആ ജീപ്പിന്റെ ഒരു പൊടി പോലും കിട്ടില്ല. അയ്യോ, ഇനിയിപ്പോ ഉടനെ ഒന്നും വണ്ടി നീങ്ങും തോന്നുന്നില്ല. ഇരുട്ടിയാപ്പനെ മല കയറാൻ പാടാ. നിങ്ങൾ ഇറങ്ങ്. വേഗം ഇറങ്ങ്. എന്റെ ബാഗ് കൂടി എടുത്തോണേ. വഴി ഉണ്ടാക്കാം, നീ വാ. നമ്മൾ എന്തിനിപ്പോ അവിടുന്ന് ഓടിപ്പോന്നെ? ഭയങ്കര ബോറായി പോയി. മനുഷ്യരായി കുറച്ച് ദയൊക്കെ വേണം. ആ, റോഡാവുമ്പോ ആക്സിഡന്റ് ഉണ്ടായെന്ന് ആളുകൾ മരിച്ചു നോക്കിയിരിക്കും. അവിടെ പട്ടാളവും പോലീസും ഒക്കെ വന്നാൽ നിങ്ങൾക്ക് ആകെ പ്രശ്നമാവില്ലേ? എത്ര പേരവിടെ മരിച്ചിട്ടുണ്ടാവുമോ എന്തോ. എന്തു വലിയ കൊക്കയായിരുന്നു അത്. മരിച്ചവര് മരിച്ചു, അവിടെ നമ്മൾ നിന്നിട്ട് എന്ത് ചെയ്യാനാ? ആ, അതൊക്കെ പോട്ടെ. ഇനിയിപ്പോ നമ്മൾ എങ്ങനെ അവിടെ എത്തുന്നുള്ള കാര്യം ആലോചിക്കും. ആ, നമുക്ക് നടക്കാന്നേ. വല്ല കാളവണ്ടിയെങ്കിലും കിട്ടുമെന്ന് നോക്കാം. വാ, നടക്കും. ഒരു വണ്ടി. വാ. ഹലോ, ഓയ് ചേട്ടാ, വണ്ടി ഒന്ന് നിർത്തണേ. ഓ, ചേട്ടാ. ഹലോ. ഹലോ. അണ്ണാ, ഞങ്ങൾക്കൊരു ഇല്ല അണ്ണാ, ഒരു ലിഫ്റ്റ് വേണം. എന്നാ അണ്ണാ? ലിഫ്റ്റ് എന്നാ ലിഫ്റ്റ്? അണ്ണാ, എന്നാ? ഞങ്ങക്ക് നെല്ലിയാമ്പതി വരെ ഒന്ന് പോണം. ഒരു ലിഫ്റ്റ് തരുമോ? നെല്ലിയാമ്പതി വരേക്ക് പൊതുമാ? ശരി, പിന്നാലെ ഇറങ്ങും. താങ്ക്സ് അമ്മ. താങ്ക്സ് എല്ലാം വേണ, 100 രൂപ വേണം. ഓ, തരാം. ഏറ് പിന്നാലെ ഏറ്.
കോഴി ആടെയെല്ലാം ഉള്ള പാത്തുക്കാരമ്മ. ഓക്കെ 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 ബാഗ് പിടിച്ചേ. കമോൺ മീനു. ഇതെന്താ സഞ്ചരിക്കുന്ന മാർക്കറ്റോ? എവിടെയെങ്കിലും ഇരിക്ക്. വേഗം വാ. ഇங்கே உட்காருமா, இங்கே கிட்ட உட்காருமா. ഇവിടെ ഇരിക്കും സലീം. பாத்துக்காரமா. போலாமா? പോലാം, പോലാം. என்ன? ഹലോ ഞാനാ താങ്ക് യു. ഇതേതാ ഈ കുരിശ്? இன்னைக்கு லாஸ்ட் பஸ் ஆக்சிடென்ட். இனி இன்னைக்கு வண்டியே கிடையாது. பாவம் ஏறட்டும். താങ്ക് യു. சார் கொஞ்சம் சீக்கிரம் ஏறுங்க. ഇയാള് കയറിയിട്ട് വണ്ടി പോയത് തന്നെ. ഇയാൾ എന്തായി കാണിക്കുന്നത്? ഒന്ന് ഹെൽപ്പ് ഉണ്ട് തമ്പിയേ. ഓ ദയോടെ. പതുക്കെ. സോറി, ഞാൻ അടിച്ച ബ്രാൻഡ് മാറിപ്പോയി. അതാ ഈ താളം തെറ്റ്. നാറ്റുണ്ടോ? എക്സ്പ്രഷൻ കണ്ടപ്പോ മനസ്സിലായി. ഇതേ നാടൻ മാറ്റാ. ഫോറിൻ ട്രൈ ചെയ്ത് കിട്ടിയില്ല. ട്രൈ? ഓ വേണ്ടേ. ഒരിക്കലും മറക്കില്ല കേട്ടാ. താങ്ക് യു. സോറി. By the way, I am Ram. Rekhu Ram. പേടിക്കണ്ട, ഞാനും മലയാളിയാണ്. We are all Malayalis. എന്താ പരിചയപ്പെടണ്ടേ? വേണ്ട. അതെ, ഇയാൾക്ക് വേറെ ഒരു സ്ഥലവും കണ്ടില്ലിരിക്കാൻ. ഇല്ല, ഞാൻ സത്യമായിട്ടും ഇല്ല. അല്ല, ഇവിടെ ഇരുന്ന എന്താ സംഭവിക്കാന്ന് അറിയണല്ലോ. എടോ, അങ്ങോട്ട് പോയിരുന്നേ. ഓ, അതെ, ഒന്നും സംഭവിക്കണ്ട. ചേട്ടൻ അങ്ങോട്ട് മാറിയിരുന്നേ. ഇതോ. അങ്ങോട്ട് മാറിയിരിക്കാൻ. എഴുന്നേക്കടോ. ഇവിടെ. என்னடா? என்ன கலாட்டா? வாடா, எல்லாம் வெளியே வாடா. അണ്ണാ ഇയാള് வெளியே வாயா. ശരി, ഞാൻ അറിയാം. അതാ നല്ലത്. നമുക്കെന്താ പ്രോബ്ലം? പക്ഷേ എനിക്ക് ഇത് തീർക്കാൻ നിന്റെ വണ്ടിയുടെ ആവശ്യമൊന്നും ഇല്ലടേ. என்ன சார் இப்படி எல்லாம் சின்ன பசங்க மாதிரி சார் வந்து ஃப்ரண்ட்லயே உட்காருங்க. അത് ഞാൻ. നീ എൻ നൻപൻ. ഉൻ പേരെന്ന? என் பேரா வீரவேலு பாண்டியன். ആനാ ഞാൻ ഉന്നെ ചീരുന്നേ വിളിക്കും. ஆமா சார், സമ്മതിച്ചോ? சம்மதிച്ചു. എടാ ഇങ്ങനെ കുടിക്കാതെ കൂമ്പ് പാടിപ്പോവും. എടാ ഈ കൂമ്പെന്നൊക്കെ പറഞ്ഞ അവന് മനസ്സിലാവൂ? മനസ്സിലാവും സാർ. எனக்கு வந்து சின்ன வயசுலயே கூம்பு வாடி போச்சு. എനിക്ക് ഈ കള്ളുകൂടിയന്മാരുടെ കൂടെ ശരിയാവില്ല. വേണങ്ങല്ലേ പെങ്ങളെ. ദാ, ഇത് ഫിനിഷ് ചെയ്തിട്ട് ഉടനെ വിട്ടെ. ഇത് ഫിനിഷ് ആണാ ഞാനും റെഡി. ആ, രണ്ടുപേരും റെഡിയാകുമ്പോഴേക്കും ഞങ്ങൾ നടന്നെത്തിക്കോളാം. അപ്പഴേ ചേട്ടാ ഈ ചെക്ക് പോസ്റ്റ് മാറ്റിക്കാൻ ഞങ്ങൾ ഇറങ്ങട്ടെ. നിക്ക് എല്ലാത്തിനും ഒരു പൊൻവഴിയില്ലേ പെങ്ങളെ. എടാ ചീരു, നീ വണ്ടി എടുക്കണം. ബാക്കി നമുക്ക് ഇലിച്ചേക്കിട്ടും. എന്തോ ഇത്? വണ്ടി എടുക്കണ്ട ചീരുകുട്ടാ. ரெடி தலைவரே. தலைவரே, வண்டிக்கு ஏதோ சின்ன ப்ராப்ளம். ஒரு நிமிஷம். എന്നാ ചീരു, என்ன പ്രോബ്ലം? இல்ல தலைவா, ஒரு சின்ன ப்ராப்ளம். இப்ப சரி பண்ணிடலாம். ഏതാ ഹെൽപ്പ് വേണമാ? தலைவரே, நான் தனியே பண்ணிடலாம். நான் சரி பண்ணிடலாம். നീ ശരി പണിയില്ലേ, എനിക്ക് കുഴപ്പമില്ല. അതെ, ഇയാൾക്കൊരു കുഴപ്പമുണ്ടാവില്ല. ഇയാള് വെള്ളം അടിച്ച് ഊര് തണ്ടാൻ ഇറങ്ങിയിരിക്കല്ലേ. ചേട്ടാ ഇത് വലിയ കോടാലിയായല്ലോ. എനിക്കൊന്നും പറയാനും പാടില്ലേ? അല്ല, അറിയാണ്ട് ചോദിക്കുക. നിങ്ങൾ മനഃപൂർവ്വം അടക്കാൻ അറിയിരിക്കുക. ലുക്ക് ഗേൾസ്, ഞാനൊരു വേദനിക്കുന്ന മദ്യപാനിയാണ്. നിങ്ങളായിട്ട് എന്റെ വേദന കൂട്ടണം പ്ലീസ്. അണ്ണാ ഇതുവരെ നടക്കോ? இல்ல தம்பி, நாளை காலையில மெக்கானிக் வர வேணும். എന്താ പറഞ്ഞേ? നാളെ രാവിലെ മെക്കാനിക്ക് വരാതെ ഈ വണ്ടി ഇവിടെ ഒന്നും ഒരു അടി മുമ്പോട്ട് പോവില്ല എന്നാണ് അതിന്റെ തമിഴ്, അല്ല മലയാളം. ഇനിയിപ്പോ എന്ത് ചെയ്യും? ஒரு வேலை பண்ணலாமே. ഇന്ന് നൈറ്റ് നമ്മ ലോറിയിലെ തൂങ്ങലാമേ. അയ്യോ, ലോറിയിലോ? ഇവിടെ വേറെ വല്ല സ്ഥലവും കിട്ടുമോ? കിട്ടുമല്ലോ. എത്ര ഏക്കർ എടുക്കും? ഇയാളെ കൊണ്ട് വലിയ ശല്യമായല്ലോ. ഇവിടെ കിടക്കാൻ വേറെ വല്ല സ്ഥലവും കിട്ടുമോ? வேற இடமா? இங்க பக்கத்துல ஒரு பெங்களா இருக்கு. அங்க பாஸ்கர்னு ஒரு வாட்ச்மேன் இருக்கு. அவன் என் ஃப்ரெண்டு. அவன்கிட்ட போய் என் பேரு சொன்னா போதும். പോതും. അപ്പോ ഉൻ പേരെന്നാ? என் பேரு சீரு. ചീരു ചീരു. ரொம்ப தேங்க்ஸ் அண்ணா. தலைவரே, நீங்க எங்க போற? ഞാൻ അവരുടെ കൂടെ പോറേ. இன்னைக்கு இந்த லோரியில நமக்கு சேர்ந்து தூங்கலாமே.
വേണ്ട ചെയ്തു, ഞാൻ ഇന്ന് അവരോട് കൂടിക്കോളാം. നമുക്ക് നാളെ കാണാം. നാളെ കണ്ടിപ്പാ വരുവാ. വരും. தலைவரே, ஆ. நீங்க எனக்கு கடவுள் மாதிரி தலைவரே. இன்னைக்கு நைட்டு நான் தனியா தானீங்க கடவுளே. വില്യമേ, എന്താ മകനെ വഴിതെറ്റിയോ? ഇതുവഴി പിള്ളേർ വല്ലതും പോകുന്നുണ്ടോ? ആ, ഇതിലൂടെ പോണത് കണ്ടു. കൃത്യമായ വഴി ചോദിക്കായിരുന്നു അബദ്ധായി. നീ വേഗം നടക്കാൻ നോക്ക്. ഓ, ഞാനുണ്ട്. കമ്പനിക്ക് അതെ, ഞങ്ങൾ ഷാപ്പിലേക്കല്ല കമ്പനി കൂടാൻ. ഓ, ഡീസന്റ്. ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇയാൾ ഇതിനെ ഞങ്ങളുടെ പുറകെ നടക്കുന്നേ? നിങ്ങൾ എന്തിനാ എന്റെ മുമ്പേ നടക്കുന്നത്? എന്നാ പിന്നെ ഞങ്ങൾ പുറകെ നടക്കാം. വേണ്ട, കോംപ്രമൈസ്. ഞാൻ എന്ത് ഹെൽപ്പ് ദേ, ഒരു ഹെൽപ്പും വേണ്ട. ചേട്ടൻ കൂടുതൽ സഹായിക്കണ്ട. അയ്യേ, ദേ പോകുന്നു. ഇയാളെന്താ കുറുക്കനാണ്? പോകുന്നുണ്ടില്ലേ? നാശം. ശല്യം കൂടെ തന്നെ വിടാതെ വേഗം നടക്കും മീനു. വണ്ടി തന്നെ കിടന്നുറങ്ങായിരുന്നു. അത് തന്നെ. ഇതിപ്പോ എവിടേക്കാന്ന് വെച്ചാ രാത്രി എങ്ങനെയാ ബംഗ്ലാവിൽ അഡ്ജസ്റ്റ് ചെയ്ത് നാളെ രാവിലെ തന്നെ എസ്റ്റേറ്റിലേക്ക് പോവാം. ഈ വഴി പോയി നോക്കിയാലോ? വാ 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 വാ. വിനോദം ഒന്ന് പെട്ടെന്ന് നടക്ക്. കണ്ണു കാണണ്ടേ? ഇവിടെ അടുത്തെവിടെയാണെന്നല്ലേ അയാൾ പറഞ്ഞത്. നമുക്ക് കണ്ടുപിടിക്കാം. ഇതൊക്കെ അല്ലേ ഈ ട്രിപ്പിന്റെ ഒരു ത്രില്ല്. ത്രില്ല്. അയാളെവിടെ? ആ കള്ളുകൂടിനെ കാണുന്നില്ലല്ലോ. ശരിയാ, പോയിന്നാ തോന്നുന്നേ. ഓ, ഒരു ശല്യം ഒഴിവായി. സമാധാനായി. ഞാനില്ല കേട്ടോ ഇനി ഒരു അടി നടക്കാൻ. അല്ല, ഇനി എത്ര ദൂരം വെച്ചാ നടപ്പ്? കാല് വേദനിച്ചിട്ട് വയ്യ. ഓരോരുത്തരുടെ വാക്കും കേട്ട് ഇറങ്ങി തിരിച്ചിട്ടിപ്പോ കാട്ടിനകത്തായി. അതെ, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഞാൻ തന്നെ പോയി കണ്ടുപിടിച്ചോളാം. ഓ, ചാക്കോ, അവനെ ഒറ്റയ്ക്ക് വിടല്ലേ? നീ കൂടെ ചെല്ലു. എടാ വിനോദേ, നിക്ക്. ഇവന്റെ ഒരു കാര്യം. എന്തൊരു സ്ഥലാ ഇത്? പണ്ട് മുത്തശ്ശി പറഞ്ഞ സ്ഥലം പോലെ ഉണ്ട്. അതിനിടയ്ക്ക് രഘുറാമെന്ന് പറഞ്ഞ വേറൊരു കുരിശും. അയാളുടെ ഒരു തട്ടലും മുട്ടലും. ഇപ്പൊ അയാളെ എന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ ഒരൊറ്റ അടി ഞാൻ. ഇയാൾ ഇതുവരെ പോയില്ലേ? ഞാനിവിടെ പോവാൻ. നമ്മളൊക്കെ ഫ്രണ്ട്സ് അല്ലേ? വി ആർ ഓൾ മലയാളീസ്. ഇയാൾക്ക് എന്തോ പൂച്ചക്കളി ഉണ്ടല്ലേ ആ പൂച്ചക്കണ്ണനുമായിട്ട്? ഞാൻ വണ്ടിയിൽ ശ്രദ്ധിച്ചു. തനിക്ക് ശ്രദ്ധിക്കാൻ വേറെ ഒന്നും കിട്ടിയില്ല. കിട്ടിയല്ലോ. നീ ഒരു തന്റെ അടിയാണെന്നുള്ള കാര്യം ഞാൻ ശ്രദ്ധിച്ചു. അവിടെ ഒരു പാവാണെന്നുള്ള കാര്യം ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ അത്ര പാവൊന്നുമല്ല. അത്ര പാവലെന്നുള്ള കാര്യം ഞാൻ ശ്രദ്ധിച്ചു. അല്ല, നിങ്ങളെ ആരും പ്രേമിക്കാൻ വന്നില്ല. നിന്നെ ആരും പ്രേമിക്കാൻ മതിയല്ല. മോളെ, ഞാനൊരു ഉപദേശം തരട്ടെ. ഫ്രീ ആയിട്ട് പ്രേമിച്ചിട്ടില്ലെങ്കിൽ പ്രേമിക്കും. പ്രേമിക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കരുത് മക്കളെ, പാഴാക്കരുത്. ചേട്ടാ, ഞങ്ങൾ അല്ലേലേ തളർന്നിരിക്കാം. കുറച്ച് ഡീസന്റ് ആയിക്കൂടെ? ഡീസന്റ് ആണല്ലേ? പ്ലീസ്. ഇനിയും ഡീസന്റ് ആണോ? അതെ, അങ്ങോട്ട് മാറി നിന്നിട്ട് ഡീസന്റ് ആയി മതി. മാറി നിന്ന് decent ആണോ? ഇത് എന്തൊരു മനുഷ്യനാ, ഒരു നാണമില്ല. ജെമിനെ, കാടാണ്, രാത്രിയാ, ഒറ്റയ്ക്കാണ്, പെൺകുട്ടികളാണ്, പേടിയുണ്ടാവും. പക്ഷെ ഒച്ച വെച്ച് എന്നെ വിളിക്കരുത്, ഞാൻ വരില്ല. ഓക്കെ? വേണ്ട, വിളിക്കില്ല. വിളിക്കില്ല. വിനോദേ, വിനോദ്, ഇത് എവിടെ പോയി കിടക്കുന്നു? വഴി മനസ്സിലാവുന്നില്ലല്ലോ. പേടിച്ചു പോയല്ലേ? പിന്നെ പേടിക്കാതെ. വഴി തെറ്റി കിറങ്ങാണല്ലേ? വല്ല ആവശ്യമുണ്ടോ ഈ ചുറ്റിക്കളിക്കൊക്കെ? എന്തോന്ന് ചുറ്റിക്കളി? ഇയാൾക്ക് വേറെ ഒരു പണിയുമില്ലേ? ഒന്ന് പോയേ. മനുഷ്യൻ അല്ലെങ്കിലും ഇവിടെ പ്രാന്തായി. തന്നെ ചുറ്റിക്കളിയും കാങ്ങൊക്കെ ഇതാ അവിടെ ഇരിപ്പുണ്ട്. എവിടെയാട്ടാ? ഓ, ഞാനൊരു പാവം കള്ളുകൂടിയൻ. നിങ്ങൾ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ചാട്ടെ. ചേട്ടാ പ്ലീസ്. ചേട്ടൻ? ആരാ ചേട്ടൻ? സർ പ്ലീസ്. അങ്ങനെ വഴിക്ക് വാമോനെ. നേരെ പോയിട്ട് ഇടത്തോട് തിരിഞ്ഞിട്ട് വീണ്ടും ഇടത്തോട് തിരിഞ്ഞിട്ട് വീണ്ടും ഇടത്തോട് മനസ്സിലായില്ലല്ലേ? നേരെ പോയാൽ ഇടത്ത് ഭാഗത്തിരിപ്പുണ്ടവർ. പോയാട്ടെ. താങ്ക് യു സർ. ഓ,